പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 29-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ചയിലേക്ക്, അവസാനത്തെ വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും നാം ഏവരും അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 34-ാം സങ്കീർത്തനം 19-ാം വാക്യം. സാംസ് 34:19 നാം ഇപ്രകാരം വായിക്കുന്നു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം ധ്യാനിക്കാത്തവരായി ആരും തന്നെ ക്രൈസ്തവ ലോകത്തിൽ ഉണ്ടാവുകയില്ല. 22 വാക്യങ്ങൾ അടങ്ങിയ ഈ സങ്കീർത്തനത്തിൻ്റെ ഒട്ടുമുക്കാൽ വാക്യങ്ങളും നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിലും ഘട്ടങ്ങളിലും ഇതിനകത്തിലെ ഒട്ടുമുക്കാൽ വാക്യങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, നിലനിൽക്കുവാനുള്ള ശക്തി, ഊർജം നൽകിയിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അറിയാത്തവരായി ആരും തന്നെയില്ല. ദാവീദ് എന്താഗ്രഹിച്ചുകൊണ്ട് അബീമേലെക്കിന്റെ മുൻപിൽ താൻ അഭിനയിച്ചോ അത് അതുപോലെ ദൈവം അബീമേലെക്കിൽ കൂടെ നടത്തിക്കൊടുത്തു. അതിന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് തൻ്റെ മടക്കി യാത്രയിൽ പാടുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. പ്രിയമുള്ളവരെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ഇത് ഇന്ന് ക്രൈസ്തവ ലോകത്തൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബ പ്രാർത്ഥനയുള്ള, നിരന്തരമായി ആത്മീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളോട് ഇന്നത്തെ പുതുതലമുറ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: അമ്മേ, അപ്പ, ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവനാമത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവമക്കളെ സ്വീകരിക്കുന്നു, അവരെ വേണ്ടവണ്ണം കരുതുന്നു, മുടങ്ങാതെ ദശാംശം കൊടുക്കുന്നു, സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നു, ഇവയൊക്കെ ചെയ്തിട്ടും എനിക്കെന്താ ഒരു ജോലി കിട്ടാത്ത? എനിക്കെന്താ ഒരാഗ്രഹിച്ച അഡ്മിഷൻ ലഭിക്കാത്ത? ഞാൻ ഇത്രയും നാളും പരീക്ഷ എഴുതിയിട്ട് എന്താണ് എനിക്ക് വേണ്ട ഒരു വിജയം ലഭിക്കാത്തത്? ചോദ്യശരങ്ങൾ ഭവനത്തിനകത്തുനിന്ന് തന്നെ ധാരാളമുണ്ട്, പിന്നെയല്ലേ പുറത്തു നിന്നുള്ളത്. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ചോദിക്കുന്നുണ്ട്: നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിരന്തരം ചോദിക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഇന്ന് വർദ്ധിക്കുകയാണ്. അതിന്റെ കാരണം ശത്രു, പിശാച് ഇന്ന് അവന്റെ കോട്ട ശക്തമാക്കുകയാണ്, പ്രബലപ്പെടുകയാണ്. അവൻ സഭയ്ക്കകത്തും കൂട്ടായ്മയ്ക്കകത്തും നമ്മുടെ കുടുംബത്തിനകത്തും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തലമുറയിലും ആധിപത്യം സ്ഥാപിക്കുവാൻ ഇങ്ങനെയുള്ള മുനവെച്ചുള്ള, അർത്ഥം വെച്ചുള്ള, മറുപടി ഇല്ലാത്തതായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അവിടെയൊക്കെ ഈ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം മാത്രമേ നമുക്ക് മറുപടിയുള്ളൂ. അതേ മകനെ, മകളെ,
പ്രിയ സഹോദര സഹോദരി, ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന എനിക്കും നിനക്കും ധാരാളം പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും ലഭിക്കാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ ഒരു കാര്യം നീ ഓർക്കണം, എന്തെല്ലാം സംഭവിച്ചിട്ടും അവയിലൊന്നും വീണ് താണ് തരിപ്പണമാകാതെ എല്ലാത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, എത്ര പരിശോധനകൾ വന്നു, പരീക്ഷകൾ വന്നു, പ്രതിസന്ധികൾ വന്നു. നമ്മെ നോക്കി നമ്മുടെ കൂട്ടായ്മയിൽ നടന്നവർ, ഒന്നിച്ച് ആരാധിച്ചവർ, ഒന്നിച്ച് കർത്തൃമേശ പങ്കിട്ടവർ ഒളിഞ്ഞും പാത്തും വിരൽ ചൂണ്ടിയും അല്ലാതെയും അടക്കം പറഞ്ഞും നമ്മളെ കുറിച്ച് പറഞ്ഞു, ആ കുടുംബം തകർന്നുപോയി, ഇന്ന ആളിന്റെ മകൻ മകൾ ഈ നിലയിലായി, ഇനിയും എഴുന്നേൽക്കുകയില്ല, ഇനിയും ഒരു മടങ്ങി വരവില്ല, ഇതോടുകൂടി, ഈ സംഭവത്തോടുകൂടി, ഈ പരാജയത്തോടുകൂടി എന്നേക്കുമായി നാമാവശേഷമായി. ഇങ്ങനെ അനേകർ രഹസ്യമായും പരസ്യമായും നമ്മെക്കുറിച്ച് വിധി എഴുതിയപ്പോൾ അവയിൽ നിന്നൊക്കെയും ഹല്ലേലൂയ കഴുകനെ പോലെ ചിറക് വിടർത്തി പുതുച്ചിറക് ധരിച്ച് ആകാശത്തലയടിച്ചുയർന്ന ഒരു ദൈവകൃപയുടെ പിന്നാമ്പുറം ഞാൻ നിങ്ങളും മറന്നു പോകരുത്. അതിനൊക്കെ കാരണഭൂതൻ സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ഭവനത്തിലുള്ളവർ, രക്തബന്ധങ്ങൾ, സ്നേഹിതർ ഒക്കെ നമ്മളെ കണ്ട് മാറി നിന്നപ്പോൾ, നമ്മുടെ വേദനയിൽ അടുക്കാതെ നിന്നപ്പോൾ, അതെ, ഞാനും നിങ്ങളും തകർന്നു പോയി എന്ന് രഹസ്യമായും പരസ്യമായും വിധി എഴുതിയപ്പോൾ, അതെ, ഇന്നത്തെ സങ്കീർത്തനം അഥവാ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ മാസത്തിന്റെ അവസാന ദിനങ്ങൾ നമ്മൾ എത്തി നിൽക്കുന്നു. ഒരുപക്ഷെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഫിനാൻസ് കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. കുടുംബകാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നിയമപ്രശ്നങ്ങൾ, വ്യക്തിപരവും കുടുംബപരവുമായ പല വിഷയങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അത് നടന്നിട്ടില്ലായിരിക്കാം. ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ട് മനം നൊന്ത് ഈ അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനം ചുമക്കുന്ന, താങ്കളെ തകർത്ത് കളയുന്നവനല്ല നമ്മുടെ ദൈവം. ലോകത്തിൽ എല്ലാവരും പിച്ചു ചീന്തിയാലും ചതയുന്ന ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്ന എന്റെ സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂട്ടുകാർ, സ്നേഹിതർ, അഗാധമായി വിശ്വസിച്ചവർ താങ്കളെ ചതിച്ചിട്ടുണ്ടാവാം. താങ്കളെ ഇല്ലായ്മ ചെയ്യുവാൻ പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളെ തകർക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളെ ചതിച്ചവർ വിജയിച്ചു എന്നൊരു താൽക്കാലിക ഭാവം സ്വയം തോന്നിയാൽ, ദൈവവൈതലേ, ആത്യന്തികവും നിത്യവുമായ വിജയം താങ്കളുടേതാണ്, പ്രാർത്ഥിക്കുന്ന എന്റെ സഹോദരനുള്ളതാണ്. ആകയാൽ പ്രയാസപ്പെടാതെ, വിഷമിക്കാതെ ഇന്നത്തെ വാഗ്ദത്ത വചനം ഉരുവിടുക. അതെ, പ്രാർത്ഥിക്കുന്ന എനിക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ കുഞ്ഞിന്, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ താമസിക്കുന്നതായിരിക്കാം, വിദ്യാഭ്യാസത്തിന് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ആയിരിക്കാം, ഏതവസ്ഥയിലുമായിക്കൊള്ളട്ടെ, പ്രിയ പൈതലേ, പ്രിയ മാതാവേ, പിതാവേ, ഞാനും നിങ്ങളും വിളിക്കുന്ന ദൈവം വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, അവൻ ഉപേക്ഷിക്കുന്നവനല്ല,
ഒരു നാളും തള്ളിക്കളയുന്നവനല്ല. തമ്പുരാൻ കരം പിടിച്ച് ചേർത്തു നടത്തുന്നവനാ. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ച് വായിച്ചിട്ട് സ്വന്തം പേര് വെച്ച് വായിക്ക്. അതെ, നീതിമാൻ എന്നുള്ള സ്ഥാനത്ത് പ്രാർത്ഥനാപൂർവം അവരവരുടെ പേര് വെച്ച് പറ, എന്റെ അനർത്ഥങ്ങൾ ധാരാളമാണ്, എന്നാൽ അവയിൽ നിന്നെല്ലാം എന്റെ കർത്താവ് എന്നെ വിടുവിക്കും. നിശ്ചയമായും വിടുവിക്കും. ഞാൻ ജയാളിയാണ്, കാരണം എന്റെ കർത്താവ് ക്രൂശിൽ ജയം വിളിച്ച നിത്യജയാളി തന്നെയാണ്. ആ കർത്താവ് ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കൈക്കൊണ്ട് മാനിക്കട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക്, ഒരാഴ്ചവട്ടത്തിന്റെ അന്തിയിലേക്ക് തമ്പുരാൻ ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് ധാരാളം അനർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അവയിലൊന്നും തകർന്നു പോകാതെ, വീണു പോകാതെ, താളടിയാകാതെ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദിന്റെ അനുഭവത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന, ഇന്ന് വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ദൈവ കൃപകൾ കൊണ്ട് പൊതിയണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കണം. എല്ലാ സ്വർഗീയ നൽവരങ്ങളാലും പൊതിഞ്ഞുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് ശ്രവിച്ചതുപോലെ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ നിരവധി അനവധി അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം വിജയം തരുന്ന, നീക്കുപോക്ക് തരുന്ന, വിടുതൽ തരുന്ന, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിലായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി കൃപയാൽ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.